നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റിനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ബഹ്റിനിൽ കനത്ത ചൂട് തുടരുന്നു. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 45 ഡിഗ്രി സെൽഷ്യസും ഹ്യൂമിഡിറ്റി 95% രേഖപ്പെടുത്തിയത്. ഈ അവസ്ഥ അടുത്ത 2 ദിവസങ്ങളിലും തുടരുമെന്നാണ് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിലെ കാലാവസ്ഥാ ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചകഴിഞ്ഞുള്ള സമയങ്ങളിൽ ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരാനും ധാരാളം വെള്ളം കുടിക്കണമെന്നും നിർജ്ജലീകരണം തടയണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ബഹ്റിൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ പത്നി പ്രിൻസസ് സബീക ബിന്ത് ഇബ്രാഹിം അൽ ഖലീഫ അധ്യക്ഷയായ സുപ്രീം കൌൺസിൽ ഫോർ വിമൻ ബഹ്റിൻ സ്ത്രീകളുടെ പുരോഗതിക്കായുള്ള ദേശീയ പദ്ധതി 2025-26 തുടക്കമിട്ടു. കുടുംബസ്ഥിരത, തീരുമാനമെടുക്കൽ, സാമ്പത്തിക പങ്കാളിത്തം, ജീവിത നിലവാരം എന്നീ 4 മുൻഗണനാ മേഖലകളിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നയങ്ങൾ, ലിംഗഭേദം എന്നിവ കണക്കിലെടുത്ത് ബജറ്റിംഗ്, അവബോധവും പരിശീലനവും, ഓഡിറ്റിംഗും മേൽനോട്ടവും നിരീക്ഷണവും വിലയിരുത്തലും എന്നിങ്ങനെ 5 പ്രധാന മാനങ്ങളിലുള്ള സംരംഭങ്ങൾ ഓരോ മേഖലയിലും ഉൾപ്പെടുന്നു. ബഹ്റിൻ സ്ത്രീകളുടെ പുരോഗതിക്കായുള്ള ദേശീയ പദ്ധതി 2025-26 ബഹ്റിൻ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും സുപ്രധാന മേഖലകളിലുടനീളം നേതൃത്വത്തിലേക്കും തീരുമാനമെടുക്കൽ റോളുകളിലേക്കും അവരുടെ പ്രവേശനത്തിലും കൈവരിച്ച ഗണ്യമായ പുരോഗതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മുൻ കേരള മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ബഹ്റിൻ പ്രതിഭയുടെയും ബഹ്റിൻ കേരളീയ സമാജത്തിന്റെയും നേതൃത്വത്തിൽ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ ബഹ്റിൻ പൊതുസമൂഹത്തിലെ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. പ്രതിഭ മുഖ്യ രക്ഷാധികാരി P ശ്രീജിത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സമാജം സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ തുടങ്ങി ബഹ്റൈനിലെ വിവിധ സംഘടനാ പ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ VS നാടിന് നൽകിയ മഹത്തായ രാഷ്ട്രീയ സാമൂഹിക സംഭാവനകളെയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും അനുസ്മരിച്ച് സംസാരിച്ചു. കാരുണ്യം വാട്സാപ്പ് ഗ്രൂപ്പ് ബഹ്റിൻ ലോഗോ പ്രകാശനവും സ്ഥാനാരോഹണ ചടങ്ങും സഗയ BMC ഹാളിൽ സംഘടിപ്പിച്ചു. വിശദമായ റിപ്പോർട്ട് കാണാം. ബഹ്റിന്റെ പ്രവാസ ഭൂമികയിൽ 1 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാരുണ്യം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലോഗോ പ്രകാശനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും BMC ഹാളിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുഖ്യ അതിഥിയായ BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നിരവധി അനവധി സംഘടനകൾക്ക് രൂപം കൊള്ളപ്പെട്ട ഒരു വേദിയാണ്. EV രാജീവൻ, മനോജ് മയ്യന്നൂർ എന്നിവർ വിശിഷ്ടാതിഥികളായും പങ്കെടുത്തു. അൻവർ നിലമ്പൂരാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത്. ഗോപാലൻ VC ആമുഖപ്രസംഗവും നടത്തി. ഭാരവാഹികളായി ചെയർമാൻ അബ്ദുൽ ഹമീദ്, പ്രസിഡന്റ് CB കുര്യൻ തോമസ്, ജനറൽ സെക്രട്ടറി ദിവ്യ കോപ്പകുമാർ, ട്രഷറർ നൌഷാദ് ഹസൻ, വൈസ് പ്രസിഡന്റ് സുനീഷ് MS, ജോയിന്റ് സെക്രട്ടറി വിമല പേരാമ്പ്ര, രക്ഷാധികാരികളായി EV രാജീവൻ, ഗോപാലൻ VC, അൻവർ നിലമ്പൂർ, സലീം ആംബ്ര, ചാരിറ്റി കൺവീനർ ഹറഫ് അലി കുഞ്ഞ്, എന്റർടൈൻമെന്റ് സെക്രട്ടറി മുഹമ്മദ് തൻസീർ, ജനറൽ കോർഡിനേറ്റർ മായ അച്ചു, എക്സിക്യൂട്ടീവ് മെമ്പർമാരായി പ്രഗീഷ് ബാല, ദിൽജിത്ത് പേരാമ്പ്ര, ശൈലജാൻ TM, ഷംല നാസർ, സഫീന ഹസൻ കുഞ്ഞു എന്നിവർ ചുമതലയേറ്റു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മെർവിൻ മോനിയോടിക്കണ്ടത്തിൽ, അബൂബക്കർ വയലിൽ, രാജൻ പേരാമ്പ്ര എന്നിവരുടെ നിര്യാണത്തിൽ ചടങ്ങിൽ അനുശോചനം രേഖപ്പെടുത്തി. സാമൂഹിക പ്രവർത്തകരായ അജി P ജോയ്, രാജേഷ് പെരുങ്കുഴി, റിജോയ് മാത്യു, അനിമോൻ വാണിയേരിൽ, മൊയ്തീൻ കരുളായി എന്നിവർ സന്നിഹിതരായി. ടീം തരംഗിന്റെ ഗാനമേളയും അരങ്ങേറി. ട്രഷറർ നൌഷാദ് ഹസൻ നന്ദി രേഖപ്പെടുത്തി. IYCC ബഹ്റിൻ ദേശീയ കമ്മിറ്റി അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കുമായി പൂൾ പാർട്ടി 2025 സംഘടിപ്പിച്ചു. വർണ്ണാഭമായ പരിപാടികളും നീന്തൽ മത്സരങ്ങളും ഗാനമേളയും പൂൾ പാർട്ടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി IYCC ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. കോർ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി. സഹപ്രവർത്തകർ ഒത്തുചേരുന്നത് സ്നേഹബന്ധം വർദ്ധിപ്പിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുമെന്ന് ഷിബിൻ തോമസ് പറഞ്ഞു. വൈകിട്ട് 7 മണിക്ക് ആരംഭിച്ച പരിപാടി പുലർച്ചെയോടെയാണ് അവസാനിച്ചത്. വിവിധതരം ഭക്ഷണപാനീയങ്ങളും ഒരുക്കിയിരുന്നു. ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ട്രഷറർ ബെൻസി ഗനിയൂട്ട് നന്ദിയും രേഖപ്പെടുത്തി. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance.
This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി അൽഹിലാൽ മെഡിക്കൽ സെന്റർ മനാമയുമായി സഹകരിച്ച് കായംകുളം പ്രവാസി കൂട്ടായ്മ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ അൽഹിലാൽ മെഡിക്കൽ സെന്റർ മനാമയിൽ സംഘടിപ്പിക്കും. ക്യാമ്പിൽ ക്രിയാറ്റിൻ, SGPT, SGOT, RBS, ടോട്ടൽ കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, ട്രൈഗ്ലിസറൈഡ്, ഡോക്ടർ കൺസൾട്ടേഷൻ എന്നിവ ഒരുക്കും. കൂടാതെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, TSH എന്നീ ഓരോ ടെസ്റ്റുകളും ഡിസ്കൗണ്ട് നിരക്കായ 3 ദിനാറിന് നൽകുന്നതുമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാനും മെഡിക്കൽ ക്യാമ്പ് ജനറൽ കൺവീനർ അനസ് റഹീമിനെ 33874100 എന്ന നമ്പറിലോ അനൂപ് ശ്രീരാഗിനെ 35985244 എന്നീ നമ്പറിലോ ബന്ധപ്പെടാം. കൊല്ലം പ്രവാസി അസോസിയേഷൻ കലാസാഹിത്യ വിഭാഗമായ സൃഷ്ടിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിമാസ സംഗീത പരിപാടിയായ KPA സിംഫണി KPA ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം സൃഷ്ടി ജനറൽ കൺവീനർ ജഗത് കൃഷ്ണകുമാർ നിർവഹിച്ചു. KPA വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. മെമ്പർഷിപ്പ് സെക്രട്ടറി മജു വർഗീസ് ആശംസകൾ നേർന്നു. തുടർന്ന് നടന്ന സംഗീത പരിപാടിയിൽ സൃഷ്ടി ഗായകർ ഒരുക്കിയ ഗാനസന്ധ്യ ശ്രദ്ധേയമായി. സിംഗേഴ്സ് കോർഡിനേറ്റർ ഷാഹിൻ മഞ്ഞപ്പാറ നന്ദി രേഖപ്പെടുത്തി. ബഹറിൻ AKCCയുടെ അക്ഷരക്കൂട്ട് എന്ന അക്ഷരസ്നേഹികളുടെ കൂട്ടായ്മ ഓഗസ്റ്റ് 22 നടക്കും. വായനാ താൽപരരും എഴുത്തുമോഹികളുമായവരുടെ പ്രതിമാസ കൂടിച്ചേരലാണ് അക്ഷരക്കൂട്ട്. സ്വന്തം ഭാവനയിൽ സ്ഫുടം ചെയ്തെടുത്ത ചിന്തകളും രചനകളുമായി മാസത്തിൽ ഒരു തവണ ഒത്തുകൂടാനാണ് അക്ഷരക്കൂട്ടത്തിന്റെ പദ്ധതി. എഴുതിയ കവിതകളും കഥകളും അനുഭവങ്ങളും പങ്കുവയ്ക്കും. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തും. സ്വന്തം സൃഷ്ടികൾ കൂട്ടായ്മയിൽ അവതരിപ്പിക്കാം. തുടർരചനകൾക്ക് മുതൽക്കൂട്ടായി കുറവുകളും മേന്മകളും പരസ്പരം ചൂണ്ടിക്കാട്ടി പ്രോത്സാഹിപ്പിക്കുന്ന നഷ്ടപ്പെട്ട എഴുത്തിന്റെ ഒരു കൂട്ടായ്മയെ സൃഷ്ടിക്കുകയാണ് ബഹറിൻ AKCCയുടെ ലക്ഷ്യം. വിവിധ രാഷ്ട്രീയ, മത, സാമൂഹ്യ തലങ്ങളിലെ ഏവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മറ്റെല്ലാ ചിന്തകളെയും മാറ്റി നിർത്തി എഴുത്തിന്റെയും വായനയുടെയും സംശുദ്ധിയെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയായിരിക്കും അക്ഷരക്കൂട്ടെന്ന് കൺവീനർ ജോജി കുര്യനും ജോയിന്റ് കൺവീനർ നവീന ചാൾസും അറിയിച്ചു. അക്ഷരക്കൂട്ടിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ജോജി കുര്യനെ 36800032 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വീണ്ടും ഒരു ഇടവേള. മറ്റു വാർത്തകളിലേക്ക്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഖത്തർ. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ആഗോളതലത്തിൽ 47ാം സ്ഥാനമാണ് ഖത്തർ സ്വന്തമാക്കിയത്. ഖത്തർ പാസ്പോർട്ട് ഉപയോഗിച്ച് 112 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ സഞ്ചരിക്കാം. അതേസമയം പട്ടികയിൽ 8ാം സ്ഥാനവുമായി GCC രാജ്യങ്ങളിൽ UAE ആണ് മുന്നിൽ നിൽക്കുന്നത്. 184 രാജ്യങ്ങളിലേക്ക് UAE പൗരന്മാർക്ക് വിസരഹിതമായി സഞ്ചരിക്കാൻ സാധിക്കും. പട്ടികയിൽ കുവൈറ്റ് 50ഉം സൗദി അറേബ്യ 54ഉം ബഹ്റൈൻ 55ഉം ഒമാൻ 56ഉം സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ
പാസ്പോർട്ടായി പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂർ പാസ്പോർട്ടാണ്. സിംഗപ്പൂർ പാസ്പോർട്ടുള്ളവർക്ക് 193 രാജ്യങ്ങളിൽ വിസയില്ലാതെ പ്രവേശിക്കാം. ഇന്ത്യ 77-ാം സ്ഥാനത്താണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് 59 രാജ്യങ്ങളിലേക്കാണ് സഞ്ചരിക്കാവുന്നത്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിൽ നിന്ന് ശേഖരിച്ച ഡേറ്റ ഉപയോഗിച്ചാണ് ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ റാങ്കിംഗ് സൂചിക തയ്യാറാക്കിയത്. ആകെ 227 രാജ്യങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. മാതാപിതാക്കളുടെ അനുവാദത്തോടെ പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോയ കന്യാസ്ത്രീകളെ മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് ജയിലിലടച്ച ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന്റെ നടപടി അങ്ങേയറ്റം പ്രാകൃതവും നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കത്തോലിക്ക കന്യാസ്ത്രീകൾ ആഗ്രയിൽ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് 3 പെൺകുട്ടികളെയും ഒരു ആദിവാസി യുവാവിനെയും കൊണ്ടുപോകുമ്പോഴാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മലയാളികളായ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന എന്നിവരെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് കള്ളക്കേസുണ്ടാക്കി ജയിലിൽ മാതാപിതാക്കൾ എഴുതി നൽകിയ സമ്മതപത്രം ഇവരുടെ പക്കലുണ്ടായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് പോലീസ് നടപടി ഉണ്ടായത്. രാജ്യത്തുടനീളം BJPയും സംഘപരിവാരും നടത്തുന്ന ക്രൈസ്തവ വേട്ടയുടെ തുടർച്ചയാണിതെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല N ശക്തന് പാലോട് രവി രാജിവെച്ചതിനെ തുടർന്നാണ് ഇത്. ഒരു മാസത്തിനുള്ളിൽ പുനഃസംഘടന വരുമ്പോൾ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കും. അതുവരെ ജില്ലയിൽ കോൺഗ്രസിനെ നയിക്കാൻ താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുത്തത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം കോൺഗ്രസിനാകെ തലവേദന സൃഷ്ടിച്ചിരുന്നു. N ശക്തന് താൽക്കാലിക ചുമതല നൽകിയതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിലൂടെയാണ് അറിയിച്ചത്. ജില്ലയിലെ എല്ലാ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള നേതാവ് N ശക്തൻ. നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ N ശക്തന് കഴിയുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്നതിനാലാണ് N ശക്തന് താൽക്കാലിക ചുമതല നൽകിയത്. കേരളത്തിൽ മഴയ്ക്ക് ഇന്നും ശമനമില്ല. പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിൽ ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴ ശക്തമായി തുടരുന്ന ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇനി മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ യാതൊരു കാരണവശാലും ജനങ്ങൾ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.